നമസ്കാരം കൂട്ടുകാരെ, PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സിൻ്റെ റിവിഷനാണ്. നമ്മൾ മാത്തമാറ്റിക്സ് സിലബസ് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിലൂടെ എല്ലാം ഒന്ന് കയറി ഇറങ്ങി ക്വസ്റ്റ്യൻ ആൻസർ ബേസിൽ ഒന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കിൻ്റെയും ഫുൾ ലെങ്ത് ക്ലാസ് അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരിക്കും പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വരുമ്പോൾ എക്സാമിനേഷന് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് എക്സാമിനേഷന് വരാൻ പ്രോബബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഈ ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ഡിഫറെൻറ്റ് മോഡൽസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്താണ്? റേഷ്യോ അംശബന്ധവും അനുപാതവുമാണ് അല്ലേ? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ അംശബന്ധവും അനുപാതവുമാണ്. ആദ്യ ചോദ്യം നോക്കിക്കോളൂ. A/B = 3:4, B/C = 16:7, A/C കാണുക. ഇങ്ങനൊരു ചോദ്യം തന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ A/B എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഈ അംശബന്ധം അനുപാതം പഠിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എയുടെ വാല്യൂ അല്ല ഈ 3 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിയുടെ വാല്യൂ ഇല്ല. A/B = 3:4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മീനിങ് ഇങ്ങനെയാണ്. A/B എന്ന് പറഞ്ഞാൽ A/B എന്നാണ്. A/B = 3/4 നമുക്ക് എഴുതാം. A = 3 എന്നും B = 4 എന്നും ഒരിക്കലും എടുക്കരുത്. A/B പറഞ്ഞാൽ ഇതാണ്, A/B ആണ് 3/4 എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റുക. അപ്പോൾ അടുത്തതോ B/C = 16:7. ഇതിനെങ്ങനെ എഴുതാം? B/C = 16/7. ഓക്കെ, നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? A/C ആണ് എന്ന് പറഞ്ഞാൽ A/C ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. A/C എങ്ങനെ കണ്ടുപിടിക്കും? A/Bയും ഉണ്ട് B/Cയും ഉണ്ട് അല്ലേ? നമ്മുടെ കയ്യിൽ A/Bയും ഉണ്ട് B/Cയും ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A/C ആണ്. ഇങ്ങോട്ടൊന്ന് സൊല്യൂഷൻ നോക്കിക്കേ. A/Bയും B/Cയും കൂടെ കിടക്കുകയാണ്. ഇവിടെയും ഇവിടത്തെ B അങ്ങ് കട്ട് ചെയ്ത് പോയിരുന്നെങ്കിൽ നമുക്ക് A/C കിട്ടില്ലായിരുന്നു? കിട്ടുമായിരുന്നു അല്ലേ? ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് രണ്ടും കൂടെ വെട്ടിപ്പോവും അല്ലേ? അപ്പോൾ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്തായാലും A/C കിട്ടും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുക. A/Bക്ക് നമ്മൾ 3/4 എന്നാണ് കൊടുത്തിട്ടുള്ളത്. B/Cയുടെ വാല്യൂ 16/7 ആണ്. അപ്പോൾ ഞാൻ A/Bനെ B/Cയുടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും കിട്ടാൻ പോണേ A/C ആയിരിക്കും. അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 4 16 4 പ്രാവശ്യം പോകും. 4 16 4 × 3 12/7 എന്ന് കിട്ടും. എന്ത്? A/C. ഇനി നമുക്ക് എഴുതാം A/C = 12/7 ആയതുകൊണ്ട് A/C എന്തായിരിക്കും? 12:7 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. എന്താ ചെയ്തേ? A/Bയും B/Cയും തന്നിട്ട് A/C കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? A/B നാക്കുക B/C നാക്കുക, രണ്ടും കൂടെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ഇങ്ങനെ എഴുതുകയാണേ, A/B/C. ഞാൻ ഇങ്ങനെ ഒന്ന് നിരത്തി എഴുതി A/B/C ഇങ്ങനെ എഴുതിട്ടോ. A/B എന്താ തന്നിട്ടുള്ളത്? 3:4. ഞാൻ Aയുടെ നേരെ താഴെ 3Bയുടെ നേരെ താഴെ 4 എന്ന് എഴുതിയിട്ടുണ്ട്. B/C 16:7 ആണ്. അപ്പോൾ B/C ഞാൻ ഇവിടെ Bൻ്റെ താഴെ 16, ഇവിടെ ഞാൻ എന്തെഴുതുക? 7 എഴുതി. ഇങ്ങനെ എഴുതിയാൽ നല്ല രസമല്ലേ കാണാൻ? ചുമ്മാ എഴുതിയതല്ല കേട്ടോ, ഞാനൊരു ഷോർട്ട് കട്ടിലോട്ട് വരാൻ പോകണം. ഈ ചോദ്യം നമുക്ക് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് കാണിച്ചു തരാൻ പോകണം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതാ 1 2 3 ഈ ഒരു പാറ്റേൺ കണ്ടോ? 1 2 3 ഈ പാറ്റേണിൽ ഞാനിങ്ങനെ വരച്ചു. എന്തിനാ വരച്ചെന്നറിയാമോ? 3 × 16 16 3 48. 3ൻ്റെ താഴെ എഴുതുന്നു. ഇനി ഇത് തമ്മിലല്ലേ ഇങ്ങനെയല്ലേ വരച്ചിട്ടുള്ളത്? 4 × 16 16 4 64. ഇനി ഇത് തമ്മിൽ 4 × 7 28. ഇതെന്താണെന്നറിയോ? A/B/C ആണ്. നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ഈ ചോദ്യത്തിൽ A/C ആണ്. അപ്പോൾ ഇത് രണ്ടും എടുക്കുക. 48:28 ആണ് A/C അല്ലേ? ഇനി ഇതിൽ ചെറുതാക്കി നോക്കിക്കേ. 2ൽ പോകുന്ന നമ്പർ ഏതാ? 4 കൊണ്ട് വെട്ടാം. 4 48 4 1 4 4 × 8 12:4 28. A/C നമുക്ക് 12:7 ഡയറക്റ്റ് കിട്ടിയുണ്ടോ? ഇതേ ആൻസറിന് നമുക്ക് ഈ ഒരു ഒറ്റ മെത്തേഡിൽ, ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ കിട്ടി. മനസ്സിലായി നിങ്ങൾക്ക്? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് A/C കാണാനുള്ള മെത്തേഡാണ് ഇവിടെ കാണിച്ചത്. അത് ഷോർട്ട് കട്ട് മെത്തേഡിലാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. A/B × B/C ചെയ്താൽ A/C കിട്ടും. അല്ല സപ്പോസ് ഇപ്പം ഇതിൽ കൺഫ്യൂഷൻ ഉണ്ട്, ഇതാ ഈ ഒരു പാറ്റേൺ പഠിച്ചു വെച്ചാൽ മതി. നമ്മളിങ്ങനെ എഴുതുക A/B/C ചോദ്യത്തിലോട്ട് നോക്കുക. A/B 3:4. ഇവിടെ 3ഉം 4ഉം കൊടുത്തു.
ബി ടു സി 16 7. അപ്പോൾ നമ്മളിവിടെ 16 7 എടുത്തു. നമ്മുടെ വരയ്ക്കാനുള്ള പാറ്റേൺ അങ്ങ് മറക്കാതെ വരച്ചാൽ മതി. ഇതാ ഇങ്ങനെ 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 16 3 48, 16 4 64, 4 7 28. ഇനി എയും സിയും ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 48:28. എന്നിട്ട് അതിന് ചെറുതാക്കുമ്പോൾ നമുക്ക് 12:7 കിട്ടും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. 40% ഓഫ് എ നമ്പർ, ഒരു സംഖ്യയുടെ 40% 40% ഓഫ് എ നമ്പർ അറിയാം എക്സ് എന്ന് കൊടുത്തേ, വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ഓഫ് അനദർ നമ്പർ. വേറൊരു നമ്പറിന്റെ 2/3 ആണ്. വേറെ നമ്പർ ഞാൻ y എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ഫസ്റ്റ് നമ്പർ ടു ദ സെക്കൻഡ് നമ്പർ? ഈ ഫസ്റ്റ് നമ്പറിന്റെയും ഈ സെക്കൻഡ് നമ്പറിന്റെയും റേഷ്യോ എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 40% ഓഫ് എക്സ് എന്ന് പറഞ്ഞ് 40% എന്ന് പറഞ്ഞാൽ എത്ര? ഒരു സംഖ്യ 40% എന്ന് പറഞ്ഞാൽ എന്താ? 40/100 ആണ് അല്ലെ? സംഖ്യ ഇൻറ്റു 40/100 ആണ്. 40% എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 40/100 ആണ്. ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു വൈ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നിന്ന് ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? വൈനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് 40/100 അപ്പുറത്തേക്ക് കൊണ്ടുപോട്ടെ. ചെയ്തൂടെ അങ്ങനെ? ഇതൊരു പാലമാണ്. ഈ പാലത്തിൻ്റെ ഇപ്പുറത്തേക്ക് ഞാൻ വൈനെ കൊണ്ടുവരുവാണേ. എക്സിനെ അവിടെ തന്നെ നിർത്തുക. വൈനെ ഞാൻ ഈ പാലം കിടത്ത് ഇപ്പുറം വരുമ്പോൾ വൈ എവിടെ പോകുന്നറിയോ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് വൈ ഇപ്പുറം വരുമ്പോൾ താഴെ പോകും. ഓക്കെ, പാലത്തിന് ഇപ്പുറം വന്നപ്പോൾ ഇവിടെ മുകളിൽ കിടന്ന വൈ ഇവിടെ താഴെ പോയി. ഈക്വൽ ടു ഇവിടെ ആരുണ്ട്? 2/3 അവിടെ തന്നെ നിൽക്കട്ടെ. ഈ 40/100 ഞാൻ അപ്പുറം കൊണ്ടുപോകാം. അപ്പോൾ എങ്ങനെ വരും 40/100? ഇവിടെ നിന്നാണ് ഇപ്പുറം വന്നപ്പോൾ താഴെ പോയ പോലെ ഈ 40/100 അവിടെ പോകുമ്പോൾ താഴെ പോകും. ഇതിൻ്റെ താഴെ പോകും, 40/100 താഴെ പോകും. ഓക്കെ, അതായത് ഒരു ഭിന്നസംഖ്യ ബൈ വേറെ ഭിന്നസംഖ്യയാണ് അല്ലേ? അതായത് ഇതിന് മീനിങ് എന്താ? ഈ ബൈയുടെ മീനിങ് എന്താ? 2/3 ഹരണം 40/100 എന്നല്ലേ ഈ ഒരു ബൈയുടെ മീനിങ്? ഹരിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞിരിക്കണേ? മറിച്ചിട്ട് ഗുണിക്കണമെന്നാണ് പറഞ്ഞിരിക്കണേ അല്ലേ? അപ്പോൾ 2/3 ഇൻറ്റു 100/40 എന്നാകും അല്ലേ? അപ്പം നമുക്ക് ഡയറക്റ്റ് തന്നെ എഴുതാം. ഇതിനെ അപ്പുറം പോകുമ്പോൾ എന്ത് ചെയ്താൽ മതി? വൈ ഇവിടെ വന്നപ്പോൾ താഴെ പോയ പോലെ ഈ 40/100 അപ്പുറം പോകുമ്പോൾ എങ്ങനെ പോകും? 100 മുകളിൽ 40 താഴെയായിട്ട് വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിങ്ങനെ എഴുതുന്നതിന് പകരം 2/3 ഇൻറ്റു 100/40 എന്ന് എഴുതാം. ഈ 100/40 വന്നെങ്ങനെ മനസ്സിലായില്ല? ഇത് ഇങ്ങനെയാണ് വന്നത്. താഴെ പോയിട്ട് അത് മറിച്ചിട്ട് ഗുണിച്ചപ്പോൾ മുകളിൽ പോയതാണ്. അപ്പോൾ x/y ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 100/40 എന്നായി. ഇനി 2 40 20 തവണ പോകും. 20 100 5 തവണ വെട്ടും. സോ 5/3 കിട്ടും. എന്ത്? x/y. x/y ഇസ് ഈക്വൽ ടു 5/3. നമ്മുടെ എന്ത് വേണമെന്ന് പറഞ്ഞേക്കണേ? x/y. x/y 5/3 ആണെങ്കിൽ x/y എത്രയാണ്? 5/3. എളുപ്പമല്ലേ? അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? 40% ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 40/100 എക്സ് നടക്കുന്നത്. 40% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 40/100 ഇൻറ്റു എക്സ്. 2/3 ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 2/3 ഇൻറ്റു വൈ. വൈനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, 40/100 അങ്ങോട്ട് കൊണ്ടുപോയി. വൈ ഇവിടെ വന്നപ്പോൾ x/y ആയി. ഇത് അവിടെ പോയപ്പോൾ 100 മുകളിൽ 40 താഴെയായി. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 5/3 എന്ന് കിട്ടി. സോ x/y ഇസ് ഈക്വൽ ടു 5/3. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് 5 8 15 ഡാഷ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ നാലാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രൊപ്പോർഷൻ ആണ്. ഫോർത്ത് പ്രൊപ്പോർഷനാണ്. അതായത് ഇതെല്ലാം പ്രൊപ്പോർഷനാണ്. ഇങ്ങനെയാണ് 5:8:15:15 ഡാഷ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളോട് ഈ വാല്യൂ ഇതിപ്പോൾ എക്സ് ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? 5:8:15:x. അപ്പോൾ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ 5:8 നിങ്ങൾ എങ്ങനെ എഴുതിയാൽ മതി? 5/8:15/x എന്നാക്കുക. ഓക്കെ, അല്ലെങ്കിൽ 5 ഇതെല്ലാം പ്രൊപ്പോർഷൻ അല്ലേ? അപ്പോൾ ഇവിടുന്ന് എക്സ് കാണാൻ വേണ്ടിയിട്ട് ഇതാ 8 × 15/5 ചെയ്താൽ മതി. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 8 × 15/5. 3 15 3 8 24. സോ ദ ആൻസർ എത്രയാണ്? എക്സ് 24 ആണ്. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? 5:8:15:x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതാ 5 ഇവിടെ 8 × 15/5 ആണ്. അതായത് ഇത് രണ്ടും ഒരുമിച്ചെടുക്കുക, ഇത് രണ്ടും ഒരുമിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. എന്താണ്? നടുക്ക് എടുക്കണ 8 × 15, അവസാനം എടുക്കണ 5ഉം എക്സും ആണ്. അതിൽ എക്സാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി. സോ നമുക്ക് ആൻസർ എത്ര കിട്ടും? 24 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 24. അതായത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഇങ്ങനെ 5x ഇസ് ഈക്വൽ ടു ഈ സ്റ്റെപ്പ് എഴുതാൻ നമുക്ക് ഇവിടെ തന്നെ എഴുതാൻ വേണമെങ്കിൽ കേട്ടോ. അതിങ്ങനെയാണ് നടുക്കത്ത് രണ്ടെണ്ണം. കിട്ടും. അല്ലെങ്കിൽ തന്നെ ഈ ചോദ്യം നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ചെയ്യാം. അതായത് ഇപ്പോൾ 5:8:15:x എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെയാണ്. 5 × x 5x ഇസ് ഈക്വൽ ടു 8 × 15 എന്നാണ്. അപ്പോൾ അവിടെ നിന്ന് x ഇസ് ഈക്വൽ ടു 8 × 15/5. അപ്പോൾ നമുക്ക് 24 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ.
₹782 ഡിവൈഡ് ഇൻറ്റു 3 പാർട്സ്. 782 രൂപ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രൊപ്പോർഷനിൽ 1/2, 2/3, 3/4 പ്രൊപ്പോർഷനിൽ 782 രൂപേനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ വാട്ട് ഇസ് ദ ഫസ്റ്റ് പാർട്ട് എന്നാണ് ചോദ്യം. ഫസ്റ്റ് പാർട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ഒരു ഹോൾ എമൗണ്ടിനെ A:B:C എന്നൊക്കെ ഡിവൈഡ് ചെയ്യണം. നമ്മുടെ A എത്രയാണ്, B എത്രയാണ്, C എത്രയും ചോദിച്ചു എഴുതുക. അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പോൾ 5000 രൂപയാണ് ഒരാളുടെ സാലറി. ഈ 5000 രൂപയിൽ ഇപ്പം X% അല്ലെങ്കിൽ X:Y:Z എന്നുള്ള റേഷ്യോയിൽ അപ്പോൾ ആദ്യത്തെ മോന്, രണ്ടാമത്തെ മോന്, മൂന്നാമത്തെ മോന് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ ഇപ്പോൾ 2:3:4 എന്ന റേഷ്യോയിൽ 3 മക്കൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ആദ്യത്തെ കുട്ടിക്ക് എത്ര രൂപ കിട്ടി, അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് എത്ര രൂപ കിട്ടി, മൂന്നാമത്തെ കുട്ടിക്ക് എത്ര രൂപ കിട്ടി. ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഒരു എമൗണ്ടിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഒരു പാർട്ട് കാണാൻ പറയുന്നത് ഇങ്ങനെ ചെയ്യാം. ആ ടോട്ടൽ എമൗണ്ട് ഇൻറ്റു ഫസ്റ്റ് പാർട്ടാണ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിൽ ആ ഫസ്റ്റ് പാർട്ടിൻ്റെ റേഷ്യോ കൊടുക്കുക. സെക്കൻഡ് പാർട്ടിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കണമായിരുന്നു. തേർഡ് പാർട്ടാണെങ്കിൽ ഇത് കൊടുത്താൽ മതിയായിരുന്നു. ഡിനോമിനേറ്ററിൽ എപ്പോഴും ഇതിന് 3ന്റെ സമ്മായിരിക്കും. മനസ്സിലായില്ലേ? 5000 രൂപ 3 മക്കൾക്കായിട്ട് ഈ ഒരു റേഷ്യോയിൽ കൊടുത്തു. രണ്ടാമത്തെ മോന് എത്ര രൂപ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതേപോലെ തന്നെ 5000 ഇൻറ്റു രണ്ടാമത്തെ മോന് എത്ര റേഷ്യോ കൊടുത്തേക്കണം, 3 അല്ലേ, അത് കൊടുക്കുക. ഡിവൈഡഡ് ബൈ ഇത് 3 കൂടെ ആഡ് ചെയ്യണമായിരിക്കും താഴെ കൊടുക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 782 ഇൻറ്റു 1/2 ഫസ്റ്റ് പാർട്ട്, ഡിനോമിനേറ്ററിൽ 1/2 പ്ലസ് 2/3 പ്ലസ് 3/4. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? 782/2 അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 23 6 29 18 22 391 ന്യൂമറേറ്ററിൽ കിട്ടും. ഡിനോമിനേറ്ററോ ഇത് നമ്മൾ ആഡ് ചെയ്യണം. ഇതെങ്ങനെ ആഡ് ചെയ്യുക? 1/2, 2/3, 3/4 കൂടെ എങ്ങനെ ആഡ് ചെയ്യുക? 2 ആഡ് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. 3 × 1 3 പ്ലസ് 2 × 2 4/2 × 3 6. അപ്പോൾ ഇത് 2 ചെയ്യുമ്പോഴേക്കും 7/6 കിട്ടും. ഇനി 7/6 പ്ലസ് 3/4 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 7 28 പ്ലസ് 6 3 18 ബൈ 6 4 24. 28 10 38 കിട്ടും. 46/24. 2 കൊണ്ട് വെട്ടിയാൽ 23/12 കിട്ടും. ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ ഇതിന് 2 ആഡ് ചെയ്ത് 2 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ച് 3 കൂടെ LCM എടുത്ത് ആഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. 23/12 കിട്ടും ഇനി ഡിനോമിനേറ്ററിൽ. അപ്പോൾ 391/23/12. അപ്പോൾ ഇത് മറിച്ചിട്ട് ഗുണിക്കുക അല്ലേ. 391 ഇത് ബൈ എന്ന് പറഞ്ഞാൽ ഡിവൈഡർ ബൈ എന്നാണ് അർത്ഥം. ഡിവൈഡർ ബൈ 23/12 എന്നാണ്. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് ഗുണിക്കുക. 391 ഇൻറ്റു 12/23. 391 നമ്മൾ 23 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 23 1 23 6 161 23 7 3 21 2 7 14 അതെ 23 7 161. സോ നമുക്ക് 17 ആൻസർ കിട്ടും. എവിടെ? ഇവിടെ. ഇത് വെട്ടുമ്പോൾ 23 391 17 തവണ പോകും. പിന്നെ 17 × 12 എത്രയാണ്? 17 × 12 17 × 12 ആണ് ആൻസർ. 17 × 10 170. 17 × 2 34. സോ ആൻസർ വരുമ്പോഴേക്കും 204 കിട്ടും. സോ എക്ക് കിട്ടിയല്ലെങ്കിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 204 ആണ്. ഇനി രണ്ടാമത്തെ പാർട്ട് ചോദിച്ചാൽ എന്ത് ചെയ്യണമായിരുന്നു? ഈ സെയിം ഇതുപോലെ തന്നെ 782 ഇൻറ്റു ന്യൂമറേറ്ററിൽ 1/2 പകരം 2/3 വരുമായിരുന്നു. താഴെ എല്ലാം ഇങ്ങനെ തന്നെ. മൂന്നാമത്തെ പാർട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ 782 ഇൻറ്റു 2/3 പകരം 3/4 വരും. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് ഈ ഒരു റേഷ്യോ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എപ്പോഴും ഇത്രയേ ഉള്ളൂ. റേഷ്യോ എന്ന് പറയുമ്പോൾ A/B, A:B എന്ന് പറഞ്ഞ് A/B എന്ന് എടുക്കുക. ബാക്കിയെല്ലാം നമ്മൾ അനദർ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്താൽ മതി. ഈ ഒരു കാര്യം മറക്കാതിരുന്നാൽ മതി. A:B എന്ന് പറഞ്ഞ് A/B എടുത്തോളണം. അതുപോലെ ഇതേപോലെ ഡിവൈഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ തരുവാണെങ്കിൽ ടോട്ടൽ വാല്യൂ ഇൻറ്റു ഫസ്റ്റ് പാർട്ട് ബൈ സം ഓഫ് ഓൾ 3 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യാം. അടുത്ത ടോപ്പിക്ക് നമുക്ക് സീക്വൻസ് ഒരു ടോപ്പിക് എന്നുള്ള ചോദ്യം കേട്ടോ. പ്രോഗ്രഷനിലൊരു ചോദ്യമാണ് ഇത്. കഴിഞ്ഞ തവണ ദേവസ്വം ബോർഡ് എക്സാമിനേഷൻ വന്നൊരു ചോദ്യമാണ്. ഒരു സമാന്തര പ്രോഗ്രഷൻ്റെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക 99 ആയാൽ ആറാമത്തെ പദം എത്രയാണ്? ഒരു സമാന്തര പ്രോഗ്രഷൻ്റെ ആദ്യത്തെ 11 പദങ്ങൾ, അതായത് സം ഓഫ് 11 ടേംസ് 99 ആണെങ്കിൽ സം ഓഫ് അല്ല 6th ടേം ആണ് T6 എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇങ്ങനെ കുറേ സംഖ്യകളുണ്ട്, ഇങ്ങനെ 11 സംഖ്യകളുണ്ട്. ഈ സംഖ്യകളെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 99. ഇതിലെല്ലാത്തിനും കൂടെ സമ്മ. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ടേം ഈ ആറാമത്തെ പദം എത്രയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്ലാസ് പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഒന്നും അറിയാത്തവരാണെങ്കിൽ ആ ക്ലാസ് കണ്ടാൽ മതി. A to Z ഞാനത് പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് അറിയാവുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. ഇപ്പോൾ ഒന്നും അറിയില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ സമാന്തര പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ?
ഓരോ നമ്പേഴ്സിൻ്റെയും ഇടയ്ക്ക് ഈക്വൽ ഗ്യാപ്പ് ആയിരിക്കും. അതായത് ഇപ്പം 2, 4, 6, 8 ഇങ്ങനെ പോയി ഒരു സമാന്തര പ്രോഗ്രഷനാണ്. അല്ലെങ്കിൽ 1, 1, 3, 4, 4, 3, 7, 7, 3, 10 എല്ലായിടത്തും ഞാൻ 3 ആഡ് ചെയ്യണേ. ഇവിടെ എല്ലാം 2 ആഡ് ചെയ്തേ. അതായത് ആദ്യത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യ തമ്മിലുള്ള അതേ ഗ്യാപ്പാണ് ഇത് തമ്മിലും, സെയിം ഗ്യാപ്പാണ് ഇത് തമ്മിലും. അതായത് ആദ്യത്തെ സംഖ്യയുടെ ഒരു വാല്യൂ കൂട്ടിപ്പോൾ അടുത്തത് കിട്ടി, അതിൻ്റെ കൂടെ അതേ വാല്യൂ കിട്ടുമ്പോൾ മൂന്നാമത്തെ കിട്ടുന്നു, പിന്നെ അതേ വാല്യൂ കിട്ടുമ്പോൾ നാലാമത്തെ കിട്ടുന്നു, അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയുക? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എല്ലാ നമ്പേഴ്സിനെ ഏത് 2 നമ്പേഴ്സ് എടുത്താലും ആ 2 നമ്പേഴ്സിനിടയ്ക്കുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കും. 5, 10, 15, 20 അല്ലേ? അല്ലെങ്കിൽ 1, 3, 5, 7 അങ്ങനെ അടുത്തടുത്ത 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണെങ്കിൽ അതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ട് അതിൽ ഇത്ര ടേംസിന് സം നമ്മളോട് തന്നിട്ട് നടുക്കത്തെ പദം കാണാൻ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അതായത് ഇപ്പം ഞാൻ വേറെ എക്സാമ്പിൾ കാണിക്കാം. 2, 4, 6, 8, 10 1, 2, 3, 4 5 ടേം ഉണ്ട് അല്ലേ? ഈ 5 ടേമിൻ്റെ തുകയൊന്ന് നോക്കി. 2, 4, 6, 6, 12, 12 8, 20, 10, 30 ഇതിൻ്റെ സമ്മ് അല്ലേ? ഞാൻ പറയുകയാണ് ഇതിൻ്റെ നടുക്കത്തെ ടേം തോന്നി ഇതാണ് അല്ലേ? ഈ നടുക്കത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു കരുതുക. ഈ നടുക്കത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കുന്നത് അറിയോ? ഇത് കൃത്യമായിട്ട് നടുക്കത്തെ ടേം ആയതുകൊണ്ട് ഇതിൻ്റെ ശരാശരി കണ്ടുപിടിച്ചാൽ മതി. ശരാശരി കാണുന്നത് എങ്ങനെ? ആവറേജിൻ്റെ ഇക്വേഷൻ എന്താ? ആവറേജ് ഇസ് ഈക്വൽ ടു സം ബൈ നമ്പറാണ്, തുക ബൈ നമ്പറാണ്. ഇവിടെ തുക എത്രയാ? തുക 30 ആണ്. 30 ബൈ നമ്പർ എത്രയാണ്? 1, 2, 3, 4, 5. 30 ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് ഈ 6 തന്നെ കിട്ടിയതുണ്ടോ? അപ്പം ഈ 6 കണ്ടുപിടിക്കുന്ന ഈ സംഖ്യ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട. ഇതിൻ്റെ സം എടുക്കുക, എത്ര നമ്പർ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഏത് കണ്ടീഷനിലാണ്? ഒരു സമാന്തര പ്രോഗ്രഷനാണ്. ആദ്യത്തെ കുറച്ച് ടേംസിന് തുക തന്നിട്ട് നടുക്കത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇവിടെ 11 പദങ്ങളുടെ നടുക്കത്തെ ടേം 6ാമത്തെ പദം അല്ലേ? 11 പദം ഉണ്ടെങ്കിൽ അതിൻ്റെ നടുക്കത്തെ എത്ര പദമായിരിക്കും? ഇങ്ങോട്ടും 5 ഇങ്ങോട്ടും 5, 5, 5, 10, നടുക്കത്തെ 1, അങ്ങനെയല്ലേ 11 പദം വരുന്നത്. അപ്പോൾ 11 പദങ്ങളാണെങ്കിൽ നടുക്കത്തെ 6ാമത്തെ പദമായിരിക്കും. സപ്പോസ് 21 പദങ്ങളാണെങ്കിലോ ഇങ്ങോട്ടും 10 അങ്ങോട്ടും 10, നടുക്ക് 1 ആയിരിക്കും അല്ലേ? അപ്പോൾ 11ാമത്തെ പദമായിരിക്കും നടുക്ക് കിടക്കുക. 31 ടേംസ് ഉണ്ടെങ്കിലോ ഇങ്ങോട്ട് 15 അങ്ങോട്ട് 15, 15, 15, 30, നടുക്കത്തെ ടേം എന്ന് പറഞ്ഞാൽ 16ാമത്തെ പദമായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ ചോദ്യം വായിക്കുമ്പോൾ സമാന്തര പ്രോഗ്രഷനാണ്, സം തന്നിട്ടുണ്ട്, നടുക്കത്തെ പദം കാണാനാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ ആവറേജ് കണ്ടാൽ മതി. ആവറേജിൻ്റെ ഇക്വേഷൻ എന്താണ്? തുക ബൈ എണ്ണം. ഇപ്പം ഇവിടെ ആവറേജ് കണ്ടുപിടിച്ചാൽ ഇവിടെ തുക എത്രയാണ്? 11 പദങ്ങളുടെ തുക 99 ആണ്. എണ്ണം എന്ന് പറഞ്ഞാൽ 11 ആണ്. 11 പദങ്ങളല്ലേ? സോ 99 ബൈ 11 9 ആണ് ഇവിടെ നടുക്കത്തെ ടേം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ആൻസർ 9 ആണ്. സിമ്പിളാണ്. ചോദ്യം നോക്കുക. സമാന്തര പ്രോഗ്രഷനാണ്. 11 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്, നടുക്കത്തെയാണ്. 6ാമത്തെ എന്ന് പറയുമ്പോൾ നടുക്കത്തെയാണ് കാണാൻ പറഞ്ഞേക്കണേ. അപ്പോൾ ആവറേജ് കണ്ടാൽ മതി. തുക ബൈ നമ്പർ 99 ബൈ 11 9 ആൻസർ കിട്ടും. ഓക്കെ, സീക്വൻസിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ക്ലാസ്സിൽ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് ഒന്ന് കണ്ടാൽ മതി, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സപ്പോസ് ഇപ്പോൾ ആദ്യത്തെ 5 പദങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ 2, 8, 2, 6, 8, 8, 6, 14, 14, 6, 20 ഇങ്ങനെ ഒരു സീക്വൻസ് തന്നിട്ട് ഇതിൻ്റെ 12ാമത്തെ ടേം കണ്ടുപിടിക്കൂ. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? an കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ a+n-1 × d ആണ് ഇക്വേഷൻ. അപ്പോൾ 12ാമത്തെ ടേം ആണെങ്കിൽ എന്തായിരിക്കണം? tn is equal to a+n-1 × d ആണ്. അപ്പോൾ t12 എന്ന് പറഞ്ഞാൽ 2 + 12 - 1 11d ആയിരിക്കും. t13 ആണെങ്കിൽ a+12d ആയിരിക്കും. t20 ആണെങ്കിൽ a+19d ആയിരിക്കും. t100 ആണെങ്കിൽ a+99d ആയിരിക്കും. അപ്പോൾ എന്നാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ a+n-1 × d ആണെന്ന് ഓർത്താൽ മതി. a എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഖ്യ, d എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ നമുക്ക് തുക കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്, സം കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. Sn is equal to എന്താണ്? Sൻ്റെ ഇക്വേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ Sn is equal to 2 ഇക്വേഷൻ ഉണ്ട് സം കാണാനായിട്ട്. Sn ആ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. tn - t1 ബൈ Sn അല്ല n കേട്ടോ, നമ്പർ ഓഫ് ടേംസ് കാണാൻ പഠിക്കാം. ആദ്യം n കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അതായത് ഇവിടുന്ന് ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഇങ്ങനൊരു സീക്വൻസ് ആണെങ്കിൽ ഇതിൽ മൊത്തം എത്ര പദങ്ങളുണ്ട് n കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n is equal to tn - t1 ബൈ d+1 ആയിരിക്കും. ഇതാണ് n കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, സം കാണാനുള്ള ഇക്വേഷൻ ഈ രണ്ടെണ്ണമാണ്. ഒന്ന് n/2 × 2a + n-1 × d, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. n/2 × a1 + an. അതായത് സീക്വൻസിലെ ആദ്യത്തെ പദമാണ് a1, അവസാനത്തെ പദമാണ് an. ഇപ്പോൾ 2, 4 ഇങ്ങനെ പോയിട്ട് 100 വരെയുള്ള ടേംസ് ഉണ്ട്. നമ്മളോട് ഇത്രയും പദങ്ങളുടെ തുക കാണാൻ പറഞ്ഞാൽ നമുക്ക് a1 ഉണ്ട് an ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എടുത്താൽ മതി. a1 + an × n/2. അപ്പോൾ n അറിഞ്ഞിരിക്കണം, എത്ര ടേംസ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. n കാണാൻ ഏതാ ഇക്വേഷൻ? ഈ ഇക്വേഷൻ എടുത്താൽ മതി. tn - t1 ബൈ d+1 ചെയ്താൽ n കിട്ടും. എന്നിട്ട് n/2 × a1 + an ചെയ്താൽ നമുക്ക്
ഇത്രയും പദങ്ങളുടെ തുക കാണാൻ പറ്റും. സപ്പോസ് എൻ്റെ ലാസ്റ്റ് ടേം തന്നിട്ടില്ല എന്നിട്ട് പറയുകയാണ് ഇവിടെ ആദ്യത്തെ ഒരു 30 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. എസ് എസ് ഇക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇവിടെ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കറിയാം ഇവിടെ 30 തന്നിട്ടുണ്ട്. അപ്പോൾ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സം കിട്ടും. അപ്പോൾ ഇത്രയും ഇക്വേഷൻ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത് അരിത്തമെറ്റിക് സീക്വൻസിന്. ഒന്ന് an കാണാനായിട്ട് അല്ലെങ്കിൽ tn കാണാനായിട്ട് a1 പ്ലസ് n-1 ഇൻറ്റു d. പിന്നെ n കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ an മൈനസ് a1 ബൈ d പ്ലസ് 1. ഈ an tn എഴുതാട്ടോ, അതുകൊണ്ട് ഇവിടെ tn എഴുതിയിട്ടുള്ളത്. പിന്നെ സം കാണാനുള്ള 2 ഇക്വേഷൻ. സമ്മിൻ്റെ ഇക്വേഷൻ എന്താണ്? സം ഇസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു a1 പ്ലസ് an ചെയ്യാം. അല്ലെങ്കിൽ ഈ an തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇത്രയും ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ഇതല്ലാണ്ട് നമുക്ക് ചോദിക്കും. ഇപ്പോൾ നമ്മൾ കണ്ട പോലെ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ്റെ ഏതെങ്കിലും യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് പോകും. ഇനി അറിയാത്തവരാണെങ്കിൽ പെട്ടെന്ന് പഠിക്കുക. an is equal to a പ്ലസ് n-1 ഇൻറ്റു d ആണ്. എന്ന് പറഞ്ഞാൽ a മൈനസ് a1 ബൈ d പ്ലസ് 1. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ഇക്വേഷൻ അറിയെങ്കിൽ ഇവിടെ നമുക്ക് n കണ്ടുപിടിക്കാൻ പറ്റും. എക്സിൻ്റെ ഇക്വേഷൻ പഠിക്കുക. n/2 ഇൻറ്റു a1 പ്ലസ് an ആണ്. അല്ലെങ്കിൽ n/2 ഇൻറ്റു ഈ ഇക്വേഷൻ്റെ ഇവിടെ 2 കൊടുത്താൽ മതി. എസ് ആ സം കാണാനായിട്ട് 2a പ്ലസ് n-1 ഇൻറ്റു d എന്നായിരിക്കും. അത് സോൾവ് ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ ക്ലാസ് കിടക്കേണ്ട അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സംശയമുള്ളത് അത് കാണാം. ഓക്കെ, അടുത്ത ചോദ്യം സാധാരണ പലിശനെ ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മുടെ സിലബസ് ടോപ്പിക്കാണ്. കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യമാണ്. സാധാരണ പലിശ നിരക്ക് 4% ആണെങ്കിൽ എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകുമെന്ന്. സാധാരണ പലിശ നിരക്ക് വെച്ചിട്ട് ഒരു എമൗണ്ട്, അതിന് ഇൻട്രസ്റ്റ് റേറ്റ് 4% ആണ്. ഞാൻ ഒരു എമൗണ്ട് ഇട്ടിട്ടുണ്ട്. ഒരു ബാങ്കിൽ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ് സാധാരണ പലിശയ്ക്ക്. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് 4% ആണെങ്കിൽ എനിക്ക് ഇരട്ടി കിട്ടാനായിട്ട് എത്ര വർഷം എടുക്കും? ഞാൻ 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. എനിക്ക് 1 ലക്ഷമായിട്ട് തിരിച്ചു കിട്ടണം. 4% ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്കിൽ കൊണ്ടിങ്ങനെ ഇട്ടിരിക്കുകയാണ്. എത്ര വർഷം കഴിയുമ്പോൾ ഈ 50,000 എനിക്ക് 1 ലക്ഷമായിട്ട് കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഏത് എമൗണ്ടാണ് കിട്ടുന്നത് അത് നമുക്ക് ഇരട്ടിയായിട്ട് കിട്ടണം. പലിശ നിരക്ക് നമുക്ക് അറിയാം. അവിടുത്തെ എത്ര വർഷം എടുക്കുമെന്നാണ് അറിയേണ്ടത്. ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഞാൻ ഒരു ഷോർട്സിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അറിയാത്തവർ ശ്രദ്ധിക്കുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ, ഇവിടെ ഇരട്ടി എന്ന് പറഞ്ഞ് തരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഇക്വേഷൻ, നമ്മൾ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ സാധാരണ പലിശയിൽ ഇതുപോലെ ഇരട്ടി തരുവാണെങ്കിൽ അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 100/n ആയിരിക്കും. അവിടെ വർഷം എന്ന് പറഞ്ഞാൽ 100/6 ആയിരിക്കും. ഇതങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇരട്ടി എന്നാണ് ചോദ്യം. സാധാരണ പലിശയിൽ ഒരു എമൗണ്ട് ഇട്ട് അതിൻ്റെ ഇരട്ടി കിട്ടണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഒന്നല്ലെങ്കിൽ വർഷം തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ വർഷം കാണാൻ വേണ്ടി 100/, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുക. അല്ല വർഷമാണ് തന്നിട്ടുള്ളതെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ പറഞ്ഞാൽ 100/, ആ വർഷം കൊടുത്താൽ മതി. മനസ്സിലായോ പറഞ്ഞത്? അപ്പം നമ്മുടെ ചോദ്യത്തിൽ സാധാരണ പലിശ നിരക്ക് 4%. സോ നമുക്ക് 6 തന്നിട്ടുണ്ട്, 4%. നമുക്ക് ഇട്ട എമൗണ്ടിൻ്റെ ഇരട്ടി കിട്ടാൻ എത്ര വർഷം എടുക്കും? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിൽ n ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ n is equal to 100/6 ആണ്. വിച്ച് is equal to 100/4. നമുക്ക് n എത്ര കിട്ടും? 25 വർഷം കഴിയുമ്പോൾ ഇട്ട എമൗണ്ട് നമുക്ക് ഡബിൾ ആകും. ഇപ്പോൾ 4% ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ. സപ്പോസ് ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ഈ ഇരട്ടിക്ക് പകരം 3 ഇരട്ടി ആവാനായിട്ട് എത്ര വർഷം എടുക്കുമെന്ന് ചോദിച്ചാലോ? ഇരട്ടി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 100 അല്ലേ എടുത്തത്. 3 ഇരട്ടിയാകുമ്പോൾ 200 എടുത്താൽ മതി. 4 ഇരട്ടിയാണെങ്കിലോ 300 എടുക്കുക. 5 ഇരട്ടിയാണെങ്കിലോ 400/6 ആക്കുക. 6 ഇരട്ടിയാണെങ്കിലോ 500/6 ആക്കുക. 10 ഇരട്ടിയാണെങ്കിലോ 900 ആക്കുക. അതായത് ഇരട്ടി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 100 എടുത്തു. അപ്പോൾ 3 ഇരട്ടിയാകുമ്പോഴത്തേക്കും 300 അല്ലേ? 3 എന്ന് പറഞ്ഞാൽ 300 ആണ്. ഇതിന് 100 കുറയ്ക്കുക. 3 ഇരട്ടിയാകുമ്പോൾ 200 എടുത്താൽ മതി. 5 ഇരട്ടി എന്ന് പറയുമ്പോൾ 5 × 100 500 നിന്ന് 100 കുറയ്ക്കുക. 400 എടുത്താൽ മതി. മനസ്സിലായില്ലേ? ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ആണ്. 2 ടൈംസ് പറഞ്ഞാൽ 200 ആണ്. പക്ഷേ 200 നിന്ന് 100 കുറച്ചിട്ടാണ് നമ്മൾ ഇട്ടേക്കണം അല്ലേ? ഇരട്ടി ആയപ്പോൾ നമ്മൾ 100 എടുത്ത്. ഇത് മാത്രം പഠിച്ചാലും മതി. ഇരട്ടി എന്ന് പറഞ്ഞാൽ 100 ആണെങ്കിൽ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ അത് 200 ആകും ഇക്വേഷൻ. 4 മടങ്ങ് ഇവിടെ 300 ആകും. 5 മടങ്ങ് ഇവിടെ 400 ആകും. ഇതേ ഇക്വേഷൻ തന്നെ. ഓക്കെ ആണല്ലോ? സിമ്പിൾ ഇൻട്രസ്റ്റിൽ ജസ്റ്റ് ഞങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. സിമ്പിൾ ഇൻട്രസ്റ്റ് is equal to I is equal to PNR/100. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പം ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ട്, n വർഷം തന്നിട്ടുണ്ട്, റേറ്റ് തന്നിട്ടുണ്ട്, പലിശ വേണം പറഞ്ഞ് P × N × R/100 ചെയ്താൽ മതി. ഈ P ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിലോ, P ആണെങ്കിലും N ആണെങ്കിലും R ആണെങ്കിലും, P ആണെങ്കിലും N ആണെങ്കിലും R ആണെങ്കിലും എന്താ ഇതിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സിമ്പിൾ ഇൻട്രസ്റ്റ് × 100 ഇവിടെ P അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബാക്കി രണ്ടുപേരെ ഇടുക NR. ഇനി N ആണ് കണ്ടുപിടിക്കണമെങ്കിലോ 100 ഇങ്ങോട്ട് കൊണ്ടുവരിക. സിമ്പിൾ ഇൻട്രസ്റ്റ് × 100 N അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബാക്കി രണ്ടുപേരെ PR. ഇനി R ആണ് കണ്ടുപിടിക്കണമെങ്കിലോ 100 ഇങ്ങോട്ട് കൊണ്ടുവരിക.
സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു 100/6 നമ്മൾ എടുത്തു, ബാക്കി 2 പേര് PN. ഇതാണ് ബേസിക് ഇക്വേഷൻസ്. ഈ ഇക്വേഷൻസ് വെച്ചാണ് ബാക്കി സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ നോർമൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിലോ, ഈ സം ഓഫ് മണി ഡബിളിങ് 7 years, ഒരു എമൗണ്ട് ഇട്ട് 7 വർഷം കൊണ്ട് ഡബിൾ ആകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് 5 മടങ്ങാവാൻ എത്ര വർഷം എടുക്കണം? വേറെ ഒന്നും തന്നിട്ടില്ല, പലിശയോ ഒന്നും തന്നിട്ടില്ല, എമൗണ്ടും അറിയില്ല, പലിശ അറിയില്ല. ഏതോ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, 7 വർഷം കൊണ്ട് ഡബിളായി. അങ്ങനെയാണെങ്കിൽ 5 മടങ്ങാവാൻ എത്ര വർഷം എടുക്കണം എന്ന് ചോദിച്ചത് ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. n-1 × y. എന്താണ് n-1 × y? ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് ആണ്. എത്ര ടൈംസ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? 5 ടൈംസ് ആവാനെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ n 5 ആണ്. 5 - 1 × y എന്ന് പറഞ്ഞ ഇയർ ആണ്. ഇവിടെ ഏതാ ഡബിളിങ് 7 years എന്നുണ്ട്, 7 ആണ് ഇയർ. അപ്പോൾ നമുക്ക് 4 × 7 28 എന്ന് ആൻസർ കിട്ടും. 28 വർഷം കൊണ്ടാണ് 5 മടങ്ങാവുന്നത്. അപ്പോൾ ഇതേപോലെ ഡബിൾ ആവണത് ഇത്ര വർഷം കൊണ്ടാണ്, 5 മടങ്ങാകുമ്പോൾ എത്ര, 10 മടങ്ങാകുമ്പോൾ എത്ര വർഷം എടുക്കും, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ n-1 × y എന്നുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. n ഇവിടെ തന്നിട്ടുണ്ടാവും, എത്ര ടൈംസ് ചോദ്യത്തിലുണ്ട്, എത്ര ടൈംസ് ആകാൻ എത്ര വർഷം എന്ന് ചോദിക്കുമല്ലോ. ആ എത്ര ടൈംസ് എന്നാണ് n. y എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള ഡബിൾ ആവാൻ എടുക്കുന്ന വർഷമാണ് y, n-1 × y. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പറഞ്ഞുതരാം. ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും.